ഹലോ മക്കളെ, നമുക്ക് ക്വാഡ്രിലാറ്ററൽസിലെ മിഡ് പോയിന്റ് തിയറവും അതിന്റെ പ്രൂഫും ഒന്ന് പെട്ടെന്ന് പഠിച്ചെടുത്താലോ? വളരെ സിമ്പിളാണ്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തരാം. എന്താണ് മിഡ് പോയിന്റ് തിയറം? ഒരു ട്രയാങ്കിളാണ്. ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഈ ഒരു റെഡ് ട്രയാങ്കിൾ. ഓക്കെ അല്ലേ? ഈ റെഡ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് എടുക്കുന്നു. അതിന് മുന്നേ നമുക്ക് ട്രയാങ്കിൾ ഒന്ന് വലുതാക്കി എടുക്കാം. ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് നിങ്ങൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ട്രയാങ്കിളിന്റെ പേര് ABC ആണെന്ന് വിചാരിക്കാം. ഞാൻ AB യുടെ മിഡ് പോയിന്റ് ഇതിന് P എന്ന് പേര് കൊടുത്തു. AC യുടെ മിഡ് പോയിന്റ്, ഈ പോയിന്റ് ഞാൻ Q എന്ന് പേര് കൊടുത്തു. എന്നിട്ട് P യും Q യും കണക്ട് ചെയ്തിട്ട് ഞാൻ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, PQ എന്ന് ലൈൻ വരച്ചു. ഓക്കെ, ഈ ലൈൻ, അതായത് രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിലെ അതിന് പാരലലും ആയിരിക്കും, ആ സൈഡിന്റെ ഹാഫും ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്. അതായത് ഈ PQ എന്ന് പറയുന്ന ലൈനിലാണ് PQ ഈക്വൽ ടു മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഏതിന്? BCക്ക് പാരലൽ ആയിരിക്കും, BCയുടെ ഹാഫും ആയിരിക്കും. അപ്പോൾ PQ പാരലൽ ടു BCU ആയിരിക്കും. PQ എന്ന് പറയുന്ന സൈഡ് BCക്ക് പാരലൽ ആയിരിക്കും, BCയുടെ ഹാഫും ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ് അല്ലെ? രണ്ട് സൈഡ്സ്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും, ആ മൂന്നാമത്തെ സൈഡിന്റെ പകുതി ഉണ്ടാവുള്ളൂ, ഹാഫേ ഉണ്ടാവുള്ളൂ അല്ലെ? അതേ പറയുന്നുള്ള സ്റ്റേറ്റ്മെന്റ്. പക്ഷേ ഇതിന്റെ പ്രൂഫിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്കൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. സംഭവം സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ രണ്ട് സാധനമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഐ എം ഡ്രോയിങ് എ ലൈൻ ഹിയർ. ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന്, C എന്ന പോയിന്റിൽ നിന്ന് ഈ PB എന്ന സൈഡിലെ BP എന്ന സൈഡ് അതിന് പാരലായിട്ട് ഞാൻ മേലോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനൊരു ലൈൻ വരച്ചു. അതിന് ABCD എന്ന് പേര് കൊടുത്തു പോയിന്റിന്. ഓക്കെ അല്ലേ? സോ എഴുതുക, നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ എഴുതി വെക്കട്ടോ. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഡ്രോ CD പാരലൽ ടു BPക്ക് പാരലായിട്ട് CD വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനിത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാണ്. Qയും Dയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണക്ട് Q ആൻഡ് D. നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണേ മക്കളെ. ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. ഈ ആംഗിളും എന്ത് ആംഗിൾസാ? ഈ രണ്ട് ആംഗിൾസ് എന്ത് ആംഗിൾസാ മക്കളെ? എന്ത് ആംഗിൾസാ? നിങ്ങൾ നോക്ക്, ഇങ്ങനെ സെറ്റ് പോലെ വരുന്ന ആംഗിൾ, രണ്ട് പാരലൽ ലൈൻസ് അതിനെ കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കൊണ്ടുണ്ടാകുന്ന ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ദി ആർ ഈക്വൽ അല്ലേ? സോ എഴുതാം. ഏതൊക്കെ ആംഗിൾസാ? ആംഗിൾ PAQ ഈക്വൽ ആംഗിൾ DCQ, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അത് ഫുൾ ആയിട്ട് എഴുതണം, ഞാനിവിടെ ഷോർട്ട് എഴുതി നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈക്വൽ ആണ്. പിന്നെ ഈ രണ്ട് ആംഗിൾസ് എന്ത് ആംഗിൾസാ? ആംഗിൾ AQP ഈക്വൽ ആംഗിൾ CQD, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അതും ഈക്വൽ ആയിരിക്കും അല്ലേ? പിന്നെ ഈ AC എന്ന സൈഡ് അതിന് മിഡ് പോയിന്റ് ആണല്ലോ Q. ദെയർഫോർ ഈ പീസും ഈക്വൽ ആയിരിക്കും. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ AC രണ്ട് ഈക്വൽ പീസ് ആയിട്ട് ഡിവൈഡ് ആയി. AQ ഈക്വൽ ടു AQയും ഏതും AQ ഈക്വൽ ടു CQ, രണ്ട് ഈക്വൽ പീസ് ആയിട്ട് ഡിവൈഡ് ആയി. അതിന്റെ റീസൺ എന്താ? Q is the മിഡ് പോയിന്റ്. നിങ്ങളെല്ലാം ഫുൾ ആയിട്ട് എഴുതണം. ഞാനിവിടെ ഷോർട്ടാക്കി എഴുതി നോക്കിയിട്ട് ഷോർട്ടാക്കി എക്സാമിന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂലേ. ഫുൾ ആയിട്ട് എഴുതിക്കോണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, 1, 2 ഈ രണ്ട് ട്രയാങ്കിളിലും രണ്ട് ആംഗിൾസും നടുക്ക് വരുന്ന സൈഡും മറ്റേ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനും നടുക്ക് വരുന്ന സൈഡിനും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് രണ്ട് ആംഗിൾസും നടുക്ക് വരുന്ന സൈഡും അല്ലേ? ASA റൂൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. രണ്ട് ആംഗിൾസും നടുക്ക് വരുന്ന സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. ഏതൊക്കെ? ട്രയാങ്കിൾ PAQ congruent to triangle DCQ. PAQ എന്ന ട്രയാങ്കിളും അതേപോലെ തന്നെ DCQ എന്ന ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ് കിട്ടി അല്ലേ? അപ്പോൾ ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ? സോ നമ്മൾ എഴുതുന്നു, ഈ രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇല്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് അത് രണ്ട് ഈക്വൽ ആയിക്കല്ലോ. CPCD കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. അപ്പോൾ എന്താ? APയും CDയും ഈക്വൽ ആണ്. AP ഈക്വൽ CD. റീസൺ എന്താ? CPCD. ഓക്കെ അല്ലേ? പിന്നെ നമുക്കറിയാം അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? AP എന്ന സൈഡിന്റെ ലെങ്ത്, ഈ ലെങ്ത്തും ഞാനത് രണ്ട് ഡബിൾ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണേ, ആ ലെങ്ത്തും
ഈ ലെങ്ത്തും ഈക്വൽ ആണ്. കാരണം രണ്ട് കോൺഗ്രന്റ് ട്രയാങ്കിൾസ് ആണ്. കോൺഗ്രന്റ് ട്രയാങ്കിൾസിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഈ രണ്ട് ആംഗിൾസ്. അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് ആണ് അത് രണ്ടും. അപ്പോൾ CPCT അപ്ലൈ ചെയ്തിട്ട് AP-യും CD-യും ഈക്വൽ ആണ് എഴുതി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം P എന്ന് പറയുന്നത് ആ സൈഡിന്റെ മിഡ് പോയിന്റ് അല്ലേ, AB-യുടെ മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ AP എത്രയാണോ അത് തന്നെയല്ലേ താഴെയുള്ള BP-യും വരിക ആണ്. അപ്പോൾ നമുക്ക് അതും അറിയാം, AP ഈക്വൽ ടു BP. എന്താ റീസൺ എന്താ? P is the മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, ചുമ്മാ പേര് കൊടുത്തു. അതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 നമുക്ക് എന്താ മനസ്സിലാവുന്നത്? AP-യും CD-യും ഈക്വൽ ആണ്, AP-യും BP-യും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് AP ആണ് രണ്ടിടത്തും വരുന്നത്. അപ്പം ബാക്കി രണ്ടും ഈക്വൽ ആയിരിക്കും. CD-യും BP-യും ഈക്വൽ ആയിരിക്കും. CD-യും BP-യും ഈക്വൽ ആയിരിക്കും. Therefore CD BP ഈക്വൽ CD. അപ്പം നിങ്ങൾ നോക്കിയടാ ഈ ഒരു കോർഡിനേറ്റർ നിങ്ങൾ നോക്കുക, BPDC എന്നാൽ ഈ കോർഡിനേറ്റർ നിങ്ങൾ നോക്ക്, ഈ സാധനം നിങ്ങൾ നോക്ക്. അതിൽ ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെ? BP-യും CD-യും. അത് ഈക്വലും ആണ് പിന്നെ പാരലലും ആണ്. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആണെങ്കിൽ ഇറ്റ്സ് എ പാരലോഗ്രാം അല്ലേ. സോ എഴുതുക, therefore അതിന്റെ പേരെന്താടാ? BPDC ഈസ് എ പാരലലോഗ്രാം. റീസൺ എന്താ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലും ആണ്, അതുകൊണ്ട് അതൊരു പാരലലോഗ്രാം ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് കിട്ടി? ഒരു പാരലലോഗ്രാം ആണ് കിട്ടി. ഓക്കെ അല്ലേ. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം അല്ലേ മക്കളെ? പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ് പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണ്. ഓക്കെ, അതേപോലെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു, BC ഞാൻ എക്സ് ആയിട്ട് എടുത്തു. BC എക്സ് ആയിട്ട് എടുക്കുക, BCയുടെ ലെങ്ത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ടോ? എക്സ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നും ആക്ച്വലി വരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ എഴുതാനും കുറച്ച് എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ BC ഞാൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ലെറ്റ് BC ഈക്വൽ ടു എക്സ്. BC എക്സ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പോൾ PD ഈക്വൽ ടു എക്സ്. റീസൺ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രന്റ് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സ് അല്ലേ ഈ രണ്ട് സൈഡ്സ്? ഏതൊക്കെ? PQവും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് QD-യും. PQ ഈക്വൽ ടു QD നമുക്ക് എഴുതിക്കൂടെ? PQ ഈക്വൽ ടു QD എന്താ? CPCT. നേരത്തെ കോൺഗ്രന്റ് ട്രയാങ്കിൾസിൽ CPCT അപ്ലൈ ചെയ്താൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ലെങ്ത് എത്രയാണ് വരിക? ഈ ടോട്ടൽ എന്താ? PQവും QD ഈക്വലാ. PQവും QD-യും ഈക്വൽ ആണ്. അന്നപ്പോൾ നിങ്ങൾ ആലോചിക്ക്, ടോട്ടൽ PD എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ PD എന്ന് പറഞ്ഞാൽ എക്സാ. അന്നപ്പോൾ നിങ്ങൾ പറ, ഈ PQ എത്രയാണ് വരിക? Therefore PQ ഈക്വൽ ടു എത്രയാണ് വരിക? എടാ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ടോട്ടൽ PD എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. പിന്നെ ഈ പീസും ഈക്വൽ ആണ്. അന്നപ്പം ഈ പീസ് എത്രയാണ് വരിക? എക്സിന്റെ പകുതി, കറക്റ്റ് പകുതിയല്ലേ വരിക? എക്സ് ബൈ ടു അല്ലേ? അഥവാ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? PQ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതല്ലേ BC ബൈ ടു അല്ലേ? പിന്നെ നമുക്കറിയാം നമ്മൾ ഓൾറെഡി BPDC ഈ സാധനം പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഏതൊക്കെ? BC പാരലൽ PD ആണ്. BC പാരലൽ നമ്മൾ നേരത്തെ എഴുതി വെക്കട്ടോ, പാരലോഗ്രാം എഴുതിയതിന് ശേഷം എഴുതുക. BC പാരലൽ PD എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം. ഓക്കെ അല്ലേ? BCയും PD-യും ഇതാ, BC എന്ന ഈ സൈഡും പാരലോഗ്രാമിന്റെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള PD-യും പാരലാണ്. PD എന്ന ലൈനിന്റെ ഒരു പോർഷൻ ആണല്ലോ ഈ കാണുന്ന PQ എന്ന് പറയുന്നത്. എടാ രണ്ട് ലൈൻസ് പാരല, ഈ ലൈനും പാരലാന്ന് പറയുമ്പോൾ ഈ ലൈനിന് പാരലാണ് അതിന്റെ ഒരു പീസ് ആയിട്ടുള്ള ഈ പീസ് ആണ്. അപ്പൊ എന്താ? ഈ ലൈനും ഈ ടോട്ടൽ ലൈനും പാരലാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ലൈനിന് പാരലാണ് ഇത്രയും പോർഷൻ എന്ന് പറയാൻ പറ്റും. കാരണം ആ പാരലായിട്ടുള്ള ലൈനിന്റെ ഒരു പോർഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? BC പാരലൽ PQ എഴുതാം. Therefore BC പാരലൽ PQ. നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഇതാ BC പാരലൽ PQ, ഇതാ BC പാരലൽ PQ. പിന്നെ അതേപോലെ തന്നെ PQ ഈക്വൽ ടു BC ബൈ ടു, അത് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? PQ ഈക്വൽ ടു BC ബൈ ടു. ഇതാണ് പ്രൂഫ്. ഇത്രയും സിമ്പിൾ ആണ് പ്രൂഫ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മിഡ് പോയിന്റ് തിയറം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പ്രൂഫ് അതിനേക്കാൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ മക്കളെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.